ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് റംസാനിലെ ഒരു സ്പെഷ്യൽ ജീരക കഞ്ഞിയുമായിട്ടാണ്. ഇത് ഈ നോമ്പ് കാലത്ത് വളരെ ഹെൽത്തിയും ടേസ്റ്റുമാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതുപോലെ ഒരു കപ്പ് അരിയെടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർക്കാം. ഇതിനായി അര കപ്പ് നാളികേരം എടുക്കുക. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ അര ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പകരം ജീരകവും യൂസ് ചെയ്യാം. അല്പം വെള്ളം കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് നന്നായി അരച്ചെടുക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് കൂടി ഇതിൽ ആഡ് ചെയ്യുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ജീരകക്കഞ്ഞി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. അതിനായി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് ചെറുതായി നുറുക്കി വെച്ച ചെറിയ ഉള്ളി, 2-3 ചെറിയ ഉള്ളി ഉണ്ട്, അത് ആഡ് ചെയ്യുക. ബ്രൗൺ കളറാവുന്നത് വരെ കുക്ക് ചെയ്യുക. ഈ മിക്സ് നമ്മുടെ കഞ്ഞിയിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ ജീരക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ കുട്ടിക്കാലത്തൊക്കെ എല്ലാ ദിവസവും നോമ്പിന് വീട്ടിലുണ്ടാക്കിയിരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക.